കാലമാണല്ലോ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ജനം ഈ ഓണത്തിന് റോഡിലും മാർക്കറ്റിലും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ അദ്ദേഹം കാണുന്ന, മുഖ്യമന്ത്രി കാണുന്ന, UDF കാണുന്ന ഒരു സംഗതി, ഗവൺമെന്റ് ജനങ്ങളിലേക്ക് പണം അങ്ങോട്ട് കൊടുത്താൽ ആ പണത്തിന്റെ പകുതിയിൽ കൂടുതലും തിരിച്ച് GSTയും മറ്റുമായിട്ട് തിരിച്ചിങ്ങു വരും. ഓണമാണ്. അപ്പൊ ആ രീതിയിൽ ഇപ്പൊ എന്താ കഴിഞ്ഞ 3 മാസം കൊണ്ട് ഇവിടെ GSTയിലേക്ക് 6810 കോടി രൂപയുടെ വർധനവ് വന്നിട്ടുണ്ട്. IGST കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടതാണ്, അത് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. നല്ല ഒരു ഭരണാധികാരി ഏത് പാർട്ടിയിലുള്ള ആളാണെങ്കിലും ഒരു സംശയവും വേണ്ട. ഇപ്പൊ KSRTCയുടെ ഈ ഓണവുമായി ബന്ധപ്പെട്ട് നമുക്ക് അതുകൂടെ പറയേണ്ടി വരുമല്ലോ. പ്രിയദർശിനി ആദ്യം പറഞ്ഞത് എന്താ? പ്രിയദർശിനി കുത്തുവാളയെടുക്കും, KSRTC നശിക്കും. KSRTCയിലെ ജീവനക്കാർക്ക് എത്രയോ നാളുകൊണ്ട് 1-ാം തീയതി ശമ്പളമില്ല. 2 ഗഡു 4 ഗഡു ഒക്കെ ആയിട്ടാണ്. കഴിഞ്ഞ 3 മാസം കൊണ്ട് 31-ാം തീയതി അല്ലെ 30-ാം തീയതി ഈ മാസം ജോലി ചെയ്യുന്ന ശമ്പളം ഈ മാസം തന്നെ കിട്ടുക. പെൻഷൻകാർക്ക് 1-ാം തീയതി കിട്ടുകയാണ്. കഴിഞ്ഞ 8 വർഷമായി KSRTCയിലെ പെൻഷൻകാർക്ക് ഫെസ്റ്റിവൽ അലവൻസ് ഇല്ല. കോവിഡ് കാലം തൊട്ട് അവർക്ക് ഓണത്തിന് 1 പൈസ പെൻഷൻകാർക്കില്ല. ദാ ഇത്തവണ 1250 രൂപ അവർക്ക് ഫെസ്റ്റിവൽ അലവൻസ് പെൻഷൻകാർക്ക് കിട്ടുന്നുണ്ട്. 40,000 കുടുംബത്തിനാണ് അത് കിട്ടുന്നത്. ആര് കൊടുത്താലും നല്ല കാര്യമല്ലേ, അത് കൊടുക്കുന്നുണ്ട്. വേറെ ഇന്നിപ്പം നമുക്ക് കിട്ടുന്ന ഒരു വാർത്ത എന്താ? ഓണത്തിന് പോലീസുകാർ, നമ്മളെല്ലാം സന്തോഷത്തോടെ വീട്ടിൽ ആഹാരം കഴിക്കുമ്പോൾ അവർ റോഡിൽ ഡ്യൂട്ടിയില്ല, അവർക്ക് അവധിയില്ല. ആ ഓണത്തിന്റെ അവധി ദിവസം ജോലി ചെയ്യുന്നതിന് അവർക്ക് 500 രൂപ ഒരു ദിവസത്തേക്ക് അലവൻസ് ഉണ്ടായിരുന്നു. 1000 രൂപയാക്കി അത് വർദ്ധിച്ചു. ട്രാഫിക് പോലീസ് ഒക്കെ എത്ര കഷ്ടപ്പെട്ടു. അവര് പോലീസാണ് എന്ന് പറഞ്ഞു, പോലീസ് എന്ന് പറഞ്ഞാൽ അവര് മനുഷ്യരല്ലേ, അവർക്ക് കുടുംബമില്ലേ, അവരതെല്ലാം നമ്മൾക്ക് വേണ്ടിയല്ലേ. ഒപ്പം സാധാരണ ഓണത്തിനാണ് ഏറ്റവും കൂടുതൽ ലഹരി. അത് ബിവക്ക് മാത്രമായിരുന്നു പണ്ടെങ്കിൽ, ഇപ്പോൾ അതല്ല. നമ്മുടെ കുട്ടികളും സ്ത്രീകളും ഒക്കെ കാണിക്കുന്നതെല്ലാം അതിന്റെ ഫലമാണെന്നുള്ളതിന് ഒരു തർക്കമില്ല. തൂഫാനിലൂടെ രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രി 10,000 പേർക്കെതിരെ 10,000 പേരെ അറസ്റ്റ് ചെയ്തു. ഏതാണ്ട് അത്രത്തോളം കേസുണ്ട്. അപ്പം ആ ലഹരിയും ഒക്കെ തൂഫാനിലൂടെ ഒരു ഭാഗത്തൂടെ അവസാനിപ്പിച്ചുകൊണ്ട് വരുന്നു. അപ്പോൾ പഴയ മാവേലിയുടെ നാട് പോലെ എല്ലാവരെയും ഒന്നുപോലെ കണ്ടുകൊണ്ട് അക്രമവും അനീതിയും സംഘർഷങ്ങളും ഒന്നുമില്ലാതെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഒരു സമരവുമില്ല. അവിടെ റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം ഉണ്ടായിരുന്നു, ഒരുപാട് സമരം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ എല്ലാം പോയതാണ്. അവരെ എല്ലാം വിളിച്ച് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി 2 മാസത്തെ സാവകാശം തരിക, പരമാവധി നിങ്ങളെ സഹായിക്കാമെന്ന് ഉറപ്പ് നൽകി അവരെല്ലാം എഴുന്നേറ്റ് പോയി. ഇപ്പം സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ചെന്ന ഒരു സമരവും. അപ്പൊ സമരമില്ലാത്ത, തർക്കമില്ലാത്ത ഒരു നല്ല മഹാബലിയുടെ ആ സന്ദേശം യാഥാർത്ഥ്യമാക്കിയ ഒരാണമാണെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ടല്ലാതെ ഒരാളിനും അതിനെ എതിർക്കാൻ കഴിയില്ല എന്ന്